കുഞ്ഞുങ്ങളെ പാലൂട്ടലുമായി ബന്ധപ്പെട്ട് അമ്മമാർക്ക് എന്നും ഒരുപാട് കൺസേൺസ് ആണ്. ഒന്ന്, പാൽ എപ്പോൾ കൊടുക്കണം. പ്രസവിച്ച് നോർമൽ ഡെലിവറി ആണെങ്കിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിനുള്ളിലായിട്ടും, സിസേറിയൻ ആണെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിലായിട്ടും പാൽ കൊടുക്കേണ്ടതാണ്. എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇത് കാരണം അമ്മയുടെ വേദന കുറക്കാൻ, പ്രസവാനന്തരമുള്ള വേദന കുറക്കാൻ, അമിത രക്തസ്രാവം കുറക്കാൻ, ഒരു ആത്മസംഘർഷം കുറക്കാൻ, കുഞ്ഞുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത് കാരണം സാധിക്കുന്നു. പിന്നെ ഇത് എത്ര ഇടവിട്ട് കൊടുക്കണം. ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം കുഞ്ഞിന്റെ ആഗ്നേയ വിക്ഷേപത്തിലൂടെ കുഞ്ഞിന്റെ ഡിമാൻഡ് മനസ്സിലാക്കാൻ കഴിയും. ഫീഡിങ് ക്യൂസ് എന്ന് പറയും. ചുണ്ടുകൊണ്ട് അല്ലെങ്കിൽ കരച്ചിൽ കൊണ്ട് ഒക്കെ അമ്മക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കുഞ്ഞ് പാൽ കുടിക്കാൻ വേണ്ടിയാണോ കരയുന്നത്. അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പാൽ കൊടുത്തതിന് ശേഷം തോളിലിട്ടുകൊണ്ട് നന്നായി ബേപ്പ് ചെയ്യണം. കാരണം കരയുന്ന സമയത്ത് ഒരുപാട് എയർ ഉള്ളിലേക്ക് പോവുകയും അതിന്റെ മുകളിൽ പാല് കുടിച്ച് ആ പാല് തികട്ടി വരുന്ന കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇത് നോർമലാണ്, GR എന്ന് പറയും. ഈ തികട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായി തട്ടി കൊടുത്തതിന് ശേഷമാണ് കിടത്തേണ്ടത്. പിന്നെ എത്ര കാലം പാൽ കൊടുക്കണം. 6 മാസം വരെ വെറും മുലപ്പാൽ മാത്രം കൊടുക്കുകയും അതിനുശേഷം മറ്റ് ഭക്ഷണങ്ങൾ നമ്മൾ കോംപ്ലിമെന്ററി ഫുഡ് കൂടെ അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പറ്റുമെങ്കിൽ 2 വർഷം വരെ കൊടുക്കാൻ വേണ്ടി പറയും. കാരണം കുഞ്ഞിന്റെ ബ്രെയിനിന്റെ മെച്ചുറേഷൻ പ്രധാനമായി നടക്കുന്ന സമയമാണ്. ബ്രെയിൻ മെച്ചുറേഷൻ, മൈലിനേഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. ആ 2 വയസ്സ് വരെ പറ്റുമെങ്കിൽ പാൽ കൊടുക്കേണ്ടതാണ്.